ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബാക്ക് ടു ബാക്ക് T20 വേൾഡ് കപ്പ് ഫോർ ഇന്ത്യ. ആദ്യമായിട്ടാണ് ബാക്ക് ടു ബാക്ക് ഒരു ടീം T20 വേൾഡ് കപ്പ് നേടുന്നത്. തന്നെയുമല്ല, ഹോസ്റ്റ് ചെയ്ത കൺട്രിയിൽ ആ കൺട്രി തന്നെ T20 വേൾഡ് കപ്പ് നേടുന്നതും ചരിത്രത്തിലാണ്. അങ്ങനെ ചരിത്രങ്ങൾ അഹമ്മദാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മാറി മറിഞ്ഞ ദിവസമായിരുന്നു ഇന്ന്. ടോസ് നേടിയ ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് 91 റൺസിൻ്റെ തകർപ്പൻ പാർട്ണർഷിപ്പാണ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത്. സഞ്ജു സാംസൺ 46 ബോളിൽ 89 റൺസാണ് അടിച്ചു കൂട്ടിയത്. വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ് അടിച്ച സഞ്ജു സാംസൺ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ് അടിച്ച് ഇന്ത്യയെ ഫൈനലിലേക്ക് കൈപിടിച്ച് ഉയർത്തിയിരുന്നു. ഫൈനലിൽ കാലിടറുമോ എന്ന് സംശയിച്ചിരുന്ന ഇന്ത്യൻ ആരാധകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ മറ്റൊരു സ്റ്റണ്ണിംഗ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 89 റൺസാണ് 46 ബോളിൽ അടിച്ചു കൂട്ടിയത്. അതിൽ 5 ഫോറുകളും 8 പടുകൂറ്റൻ സിക്സറുകളുമാണ് നേടിയത്. അഭിഷേക് ശർമ്മ സഞ്ജു സാംസന് കൂട്ടാൻ നിന്നപ്പോൾ അദ്ദേഹം 21 ബോളിൽ 54 റൺസാണ് അടിച്ചു കൂട്ടിയത്. 6 ഫോറും 3 സിക്സറുമാണ് നേടിയത്. ഫസ്റ്റ് റൗണ്ടിൽ ഇറങ്ങിയ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ ഔട്ടായതിനു ശേഷം സഞ്ജു സാംസന് കൂട്ടായി വന്ന ഇഷാൻ കിഷനും തകർപ്പൻ ഫോമിലായിരുന്നു. 25 ബോളിൽ അദ്ദേഹം അടിച്ചു കൂട്ടിയത് 54 റൺസാണ്. 4 ഫോറും 4 സിക്സുമാണ് അടിച്ചു കൂട്ടിയത്. പിന്നീട് ശിവൻ ദുബെയാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ലാസ്റ്റ് ഇറങ്ങിയ അദ്ദേഹം 8 ബോളിൽ 26 റൺസ് എടുത്ത് ഇന്ത്യൻ സ്കോർ 255 എത്തിക്കുന്നതിൽ മികച്ച സംഭാവന നൽകി. 3 തകർപ്പൻ ഫോറുകളും 2 പടുകൂറ്റൻ സിക്സറുകളുമാണ് ശിവൻ ദുബെയുടെ ബാറ്റിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിയത്. അങ്ങനെ 256 റൺസ് എന്ന വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലൻഡിന് സെമി ഫൈനലിലെ അവരുടെ ഹീറോ ഫിൻ അലനെ പെട്ടെന്ന് തന്നെ നഷ്ടമായി. വെറും 9 റൺസ് മാത്രമാണ് ഫിൻ അലനെ എടുക്കാൻ കഴിഞ്ഞത്. സിഫാറ്റ് ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 26 ബോളിൽ 52 റൺസ് എടുത്ത് 2 ഫോറും 5 സിക്സറുകളുമാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. പക്ഷേ പതിവിന് വിപരീതമായി പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാരെല്ലാം 2 അക്കം കാണാതെ പുറത്താവുന്ന കാഴ്ചയാണ്, ഇന്ത്യൻ ബോളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറത്താവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ന്യൂസിലൻഡ് നിരയിൽ ക്യാപ്റ്റൻ മിച്ചൽ സാൻഡറാണ് രണ്ടാമത്തെ ടോപ്പ് സ്കോറർ. 43 റൺസാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത്. 35 ബോളിൽ 3 ഫോറും 2 സിക്സുമാണ് അടിച്ചു കൂട്ടിയത്. എടുത്തു പറയേണ്ടത്, ന്യൂസിലൻഡ് നിരയിൽ സീഫോർട്ടും മിച്ചൽ സാൻഡറിന് ശേഷം 17 റൺസ് എടുത്ത ഡാരിൽ മിച്ചലിന് മാത്രമാണ് 2 അക്കം കടക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാവരും കുറഞ്ഞ സ്കോറിൽ പുറത്തായി. രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, ചാപ്മാൻ എല്ലാവരും 2 അക്കം കാണാതെ പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ ബോളിങ്ങിൻ്റെ കുന്തമുനയായത് കഴിഞ്ഞ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടി സഞ്ജു സാംസൺ പറഞ്ഞ സെൻസേഷണൽ ആൻഡ് ജനറേഷൻ ബോളർ, വൺസ് ഇൻ എ ജനറേഷൻ ബോളറായ നമ്മുടെ എല്ലാം ബുംറയാണ്. ബുംറ 4 ഓവർ എറിഞ്ഞ ബുംറ വെറും 15 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അദ്ദേഹം 4 വിക്കറ്റുകൾ നേടി. 4 വിക്കറ്റുകൾ 2 ബൗൾഡ് ആണെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനത്തിന് മാൻ ഓഫ് ദ മാച്ച് അവാർഡും ബുംറയ്ക്കാണ് കിട്ടിയത്. അക്ഷർ പട്ടേലാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച മറ്റൊരു ബോളർ. അക്ഷർ പട്ടേൽ 3 ഓവറിൽ 27 റൺസിന് 3 വിക്കറ്റുകളാണ് നേടിയത്. ഹർദിക് പാണ്ഡ്യ, വരുൺ ചക്രവർത്തി, അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി. ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് നേടിയ സാക്ഷാൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഞ്ജു സാംസൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അതായത് ടൂർണമെൻറ്റിൽ മൊത്തം ഏകദേശം 9 കളികളാണ് ഇന്ത്യ കളിച്ചത്. അതിൽ സഞ്ജു സാംസന് ബാറ്റ് ചെയ്യാൻ ലഭിച്ചതോ വെറും 5 കളികൾ മാത്രം. ആദ്യ 2 കളികളിലും മികച്ച തുടക്കം കിട്ടിയ സഞ്ജു സാംസൺ അത് വലിയൊരു സ്കോറിലേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ആരും കുറിച്ച് കണ്ടില്ല. സോഷ്യൽ മീഡിയ വഴി കുറച്ച് നമ്മൾ മലയാളികൾ തന്നെ കൂടുതലും അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. ഇദ്ദേഹത്തിന് ടീമിൽ എന്തിനെടുത്തു, ടീമിൽ വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മലയാളികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ്സ് അദ്ദേഹത്തിനെതിരെ ഇട്ടത്. എന്നാൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനും ഗൗതം ഗംഭീർ ഇന്ത്യയുടെ ഹെഡ് കോച്ചായ ഗൗതം ഗംഭീറും സഞ്ജു സാംസണുള്ള വിശ്വാസം കാത്തു സൂക്ഷിച്ചു. അദ്ദേഹത്തിന് അഭിഷേക് ശർമ്മ ഇഷാൻ കിഷൻ ഓപ്പണിംഗ് കോമ്പിനേഷൻ ക്ലിക്കാകാതിരുന്നതോടുകൂടി സഞ്ജു സാംസണെ വീണ്ടും പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനമെടുത്തത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യക്ക് ഈ വേൾഡ് കപ്പ് നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു എന്ന് തന്നെ, ആ തീരുമാനമാണ് ഏറ്റവും നിർണായക പങ്ക് വഹിച്ചു എന്ന് പറയുന്നത്. അതായത് ഡു ഓർ ഡൈ മാച്ചായിരുന്ന വെസ്റ്റ് ഇൻഡീസിനെതിരെ 97 റൺസ് എടുത്ത് ഇന്ത്യയെ സെമി ഫൈനലിലേക്ക് കടത്താൻ സഞ്ജു സാംസണാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം സെമി ഫൈനലിലും ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ് എടുത്ത് വീണ്ടും മാൻ ഓഫ് ദ മാച്ചായി. അങ്ങനെ തുടർച്ചയായി 2 കളിയിൽ മാൻ ഓഫ് ദ മാച്ചും ആ ടൂർണമെൻറ്റിൻ്റെ താരവുമാകാൻ സഞ്ജു സാംസണ് കഴിഞ്ഞു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ സഞ്ജു സാംസൺ ആരാധകരും മലയാളി പ്രേക്ഷകരും എല്ലാവരും കാത്തിരുന്ന നിമിഷം. അങ്ങനെ തുടർച്ചയായ 2ാം T20 വേൾഡ് കപ്പും സൂര്യകുമാർ യാദവിൻ്റെ കീഴിൽ ഇന്ത്യ ഉയർത്തിയിരിക്കുന്നു. നിലവിൽ അതായത് ഈ T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രം 2007 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രത്തിൽ ഹോസ്റ്റ് ചെയ്ത ഒരു ടീമും ഒരു രാജ്യവും ഇതുവരെ T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ലായിരുന്നു. ആദ്യമായി ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി ഹോസ്റ്റ് ചെയ്ത ഈ വേൾഡ് കപ്പ് ഉയർത്തിയതോടുകൂടി ആ റെക്കോർഡും ഇന്ത്യക്ക് മുന്നിൽ വഴിമാറിയിരിക്കുന്നു. എന്തായാലും സഞ്ജു സാംസൺ ഈ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ എന്ന നിലയിൽ ഞാനും വളരെയേറെ സന്തുഷ്ടനാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും സഞ്ജു സാംസൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്.